സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കി തിരുവനന്തപുരത്തും രക്തസാക്ഷി ഫണ്ട് വിവാദം. 2008 RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് കുമാർ സിപിഎം ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. ഫണ്ട് മുക്കിയ മുൻ ഏരിയ കമ്മിറ്റി അംഗം ടി രവീന്ദ്രൻ നായരെ മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ട് CITUവിന്റെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നുവെന്നാണ് പരാതി. ആരോപണങ്ങൾ സിപിഎം നേതാക്കൾ തള്ളി. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ രക്തസാക്ഷി ഫണ്ട് ആരോപണത്തിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തും സമാന ആരോപണം ഉയർന്നത്. 2008 ഏപ്രിൽ 1 തിരുവനന്തപുരത്തെ പാസ്പോർട്ട് ഓഫീസിന് സമീപത്ത് വെച്ച് RSS പ്രവർത്തകർ കൊലപ്പെടുത്തിയ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് കുമാറാണ് പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത്. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയ ആളെ CITUവിന്റെ തിരുവനന്തപുരം ജില്ലയുടെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നു എന്നതാണ് ആക്ഷേപം. അപ്പോൾ അക്കൗണ്ട് കൈകാര്യം ചെയ്ത അന്നത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രവീന്ദ്രനാണ്. ശരിക്കും പറഞ്ഞാൽ രവീന്ദ്രൻ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആ കാശ് അവിടെ നിന്ന് വലിച്ചായിരുന്നു. അത് വിശദമായ അന്വേഷണം വന്നപ്പോൾ അയാളത് അംഗീകരിച്ച് എടുത്തു എന്ന് പറയുകയും ചെയ്തു. അപ്പം അതിന് പ്രകാരം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനവും ഏരിയ കമ്മിറ്റി മെമ്പർ സ്ഥാനവും ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് മാത്രം നിലനിർത്തിക്കൊണ്ട് പോവുക ചെയ്തത്. എന്നാൽ ഈ ആരോപണം CITU നേതൃത്വം തള്ളിക്കളഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ് രവീന്ദ്രൻ നായർ എന്നാണ് വിശദീകരണം. റാഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.